വേദപുസ്തകത്തിലെ ഒരു അനിഷേധ്യ നേതാവായിരുന്ന മോശയുടെ ചരിത്രം എഴുതി അവസാനിപ്പിക്കുന്നത് ആവർത്തന പുസ്തകം 34 അധ്യായം 7 മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. 120 വയസ്സാകുമ്പോൾ ഏതൊരു പുരുഷൻ്റെയും കണ്ണ് മങ്ങും, ദേഹബലം ക്ഷയിക്കും. ഇത് രണ്ടും മോശയ്ക്ക് സംഭവിച്ചില്ല. മോശയ്ക്ക് തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വിചാരമുണ്ടായിരുന്നത് കൊണ്ടും പ്രോട്ടീൻ ഔഷധങ്ങൾ കഴിച്ചിരുന്നത് കൊണ്ടുമല്ലായിരുന്നു തൻ്റെ ആരോഗ്യം ക്ഷീണിക്കാതിരുന്നത്. പകരം ദൈവം അവൻ്റെ ആരോഗ്യം നിലനിർത്തി. കാരണം ദൈവത്തിന് മോശയെ അവൻ്റെ അവസാന സമയത്ത് നബോ പർവ്വതത്തിലെ പിസ്കാ മുകളിൽ കയറ്റണമായിരുന്നു. ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരമുള്ള ഇടമായിരുന്നു നെബോ പർവ്വതം. അവിടം വരെ നടന്നെത്തണമെങ്കിൽ ആരോഗ്യം വേണം. അത് ദൈവം കൊടുത്തു. രണ്ടാമതായി, ആ പർവ്വതം മുകളിൽ നിന്നും അങ്ങ് ദൂരെയുള്ള കനാൻ ദേശം മോശയ്ക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു. മോശയുടെ കണ്ണ് മങ്ങിയിരുന്നാൽ അത് നടക്കുകയില്ല. പകരം മോശയോടുള്ള തൻ്റെ പദ്ധതി നിവർത്തിക്കുവാനായി ദൈവം മോശയുടെ കണ്ണ് മങ്ങുവാൻ അനുവദിച്ചില്ല. തന്നിമിത്തം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം സത്യം ചെയ്ത ദേശം മോശയുടെ കണ്ണിന് ദൈവം കാണിച്ചു കൊടുത്തു. നാമെല്ലാവരും ഒരു വിശ്വാസ ജീവിത യാത്രയിലാണ്. അനവധിയായ വാഗ്ദത്തങ്ങൾ ദൈവം നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ നിറവേറുവാനുള്ള വാഗ്ദത്തങ്ങളെ നോക്കി നാം പ്രത്യാശയോടെ യാത്ര ചെയ്യുമ്പോൾ വിശ്വാസ കണ്ണാൽ അവയെ കാണുവാൻ ദൈവം നമ്മുടെ അകം കണ്ണുകൾക്ക് പ്രകാശം നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടായിരുന്നു വിശ്വാസി സമൂഹത്തിൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുവാനായി പൗലോസ് അപ്പോസ്തലൻ എഫെസർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 17 പ്രാർത്ഥിക്കുന്നത്. ആത്മീയ അന്ധത ആത്മീയമാരെന്ന് പറയുന്നവരിൽ പോലും വല്ലാതെ ബാധിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാനായി പൗലോസിനോടൊപ്പം നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും 2 സെറ്റ് കണ്ണുകളുണ്ട്. ഒന്ന് നമ്മുടെ തലയിലുള്ളതും 2 നമ്മുടെ ഹൃദയത്തിലുള്ളതും. നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ തലയിലെ കണ്ണുകൾ സഹായിക്കുമ്പോൾ പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത കാര്യങ്ങൾ വിശ്വാസത്താൽ കാണുവാൻ ഹൃദയത്തിലെ കണ്ണുകൾ സഹായിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഹൃദയത്തിലെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ അവിടുന്ന് സംഗതി വരുത്തുമാറാകട്ടെ. നമുക്കെന്നിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നലത്തേക്കാൾ കൂടുതലായി എൻ്റെ ഹൃദയദൃഷ്ടി ഒന്നുകൂടി ഇന്ന് അങ്ങ് പ്രകാശിപ്പിച്ച് തരണമേ. ആമേൻ. Have a blessed day.